കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നലെ എടുത്തത് നമുക്ക് വേഗം ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഡോസറും എക്സ്കവേറ്ററും എന്താ നമ്മൾ പറഞ്ഞു. നമുക്ക് ഇനി സിലബസിൽ റിപ്പർ ലോഡേഴ്സ് പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അതുകൂടാതെ ട്രക്സ് ഉണ്ട്. ട്രക്കില്ലേ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രക്ക്, മണൽ കൊണ്ടുവരാനും മണ്ണ് കൊണ്ടുവരാനും ഒക്കെ ഉള്ള ട്രക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ. ഇറ്റ്സ് എ ഹോളിംഗ് എക്യുപ്മെന്റ് അല്ലെ. അത് എർത്ത് മൂവ് ചെയ്യാനൊന്നല്ല യൂസ് ചെയ്യുക, ജസ്റ്റ് ടു ക്യാരി ദി സോയിൽ or to hold the soil or the earth material, whatever be the rock, soil, sand, maybe water laden ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അങ്ങനെയുള്ളതിനെയൊക്കെ എർത്തിൽ നിന്ന് കിട്ടുന്ന സബ്സ്റ്റൻസിനെ പോകാനായിട്ട് ട്രക്ക് നമുക്ക് യൂസ് ചെയ്യുന്നുള്ളത് അറിയാം. പിന്നെ ഇത് എളുപ്പമാണ്. കോമ്പാക്ട് എക്യുപ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ജിയോടെക് സോയിൽ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട് കോമ്പാക്ട് എക്യുപ്മെന്റ്. അപ്പം നമുക്ക് അത് വേഗം തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ പോർഷനൊക്കെ പറഞ്ഞ പോലെ ഒന്ന് വായിച്ചെടുക്കുക കേട്ടോ. ഈ നോട്ട് പറഞ്ഞ പോലെ കുറച്ച് ലാബറേറ്റ് തന്നെയാണ്, പക്ഷെ ഇതിൽ എല്ലാ പോയിന്റും കവർ ചെയ്തിട്ടുണ്ട് സാറ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഞാൻ ഇന്നലെ മറ്റേതിലിട്ടത് ChatGPT ബേസ്ഡ് ആയിട്ടാണ്. നമ്മുടെ ഒരു കുഞ്ഞൊരു നോട്ട് ഇട്ടല്ലോ, ഡോസറും എക്സ്കവേറ്ററും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുപോലെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്കായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ഈ നോട്ടിലെല്ലാം ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. പാർവതി ഇതൊന്ന് വായിക്കൂ. റിപ്പർ. പാർവതിയില്ലേ? അവന്തിക ഉണ്ടോ? അവന്തിക പറഞ്ഞോളൂ. Rippers in earthworks are claw-like heavy tools used to break up hard ground, rock and frozen soil before digging. വെരി ഗുഡ്. മതി, അത്ര മതി. Ripper attachments. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് റിപ്പർ എന്ന് പറഞ്ഞ സാധനം അതൊരു ആക്ച്വലി അത് ഫുൾ എക്യുപ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു അറ്റാച്ച്മെന്റ് ആണെന്നാണ് പറയുന്നത് കേട്ടാ. ഇറ്റ്സ് എ ക്ലോ ലൈക്ക് ഹെവി ടൂൾ യൂസ് ടു ബ്രേക്ക് ദ ഹാർഡ്, അല്ലെ നമ്മൾ കിളക്കി നമ്മുടെ കൈക്കോട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ആ ഒരു എക്യുപ്മെന്റിൽ ഇഫ് യു ആർ അറ്റാച്ചിങ് ദി റിപ്പർ പാർട്ട്, ഇറ്റ്സ് ലൈക്ക് എ ക്ലോ ലൈക്ക് ഹെവി ടൂൾ. സോ വിത്ത് ദാറ്റ് യു ക്യാൻ ഡിഗ് അപ്പ് യുവർ ഹാർഡ് സ്ട്രാറ്റ, ബ്രേക്ക് ദ സോയിൽ, അല്ലെ. അത് കിളയ്ക്കാൻ പോലത്തെ ബ്രേക്ക് അപ്പ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിനെ, റോക്കിനെ, ഫ്രോസൺ ഗ്രൗണ്ടിനെ, മൻവി നമ്മുടെ ഈ നോർത്ത് ഹെമിസ്ഫിയേഴ്സിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. മഞ്ഞുകട്ടകളൊക്കെ ഉടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. മനസ്സിലായി? അതും ഒരു എർത്ത് ആൻഡ് മെറ്റീരിയൽ ആണല്ലോ. ഐസ് സ്നോ ആകുമ്പോൾ സ്നോ ഐസൊക്കെ നമുക്ക് അങ്ങനെ അവിടെ പോകണമെന്നില്ല, മണാലി അവിടെയൊക്കെ പോയാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് അവർക്കത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ റോഡ് ഗതാഗതത്തിനൊക്കെ വേണ്ടിയിട്ട് അത് മൂവ് ചെയ്യണ്ടേ, അല്ലെ. സ്നോ ആയി വന്ന് റോഡിൽ കുടുങ്ങി കിടന്ന് അതിനെ എടുത്ത് പിക്ക് അവേ ചെയ്യണ്ടേ. അപ്പൊ അതാണ് കേട്ടോ. അതിനൊക്കെ നമുക്ക് ഇത് ഇങ്ങനത്തെ എക്സ്കവേറ്റേഴ്സ് യൂസ് ചെയ്യാം. അതിലിപ്പോ ഒരു എക്സ്കവേറ്റർ പോകണമെന്നില്ല, ഡോസർ പോകണമെന്നില്ല, റിപ്പർ മേ ബി സഫീഷ്യൻ. മനസ്സിലായില്ലേ? ഇതാണ് റിപ്പർ എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് ഓക്കെ. അപ്പൊ നമ്മൾ എക്സ്കവേഷനുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആണ് പഠിക്കുന്നത്, അല്ലെ. അപ്പൊ ഇതിലാണ് വരുന്നത്. ഇനി കീ ടൈപ്സ് ഇൻക്ലൂഡ്. ഇതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? സിംഗിൾ ഷാഫ്റ്റ് റിപ്പേഴ്സ് ഉണ്ട്, മൾട്ടി ഷാങ്ക് റിപ്പേഴ്സ്, എക്സ്കവേറ്റർ ഉണ്ട്, ഇതൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. ഓക്കെ. നൗ അതിൽ ഈ പടങ്ങളൊക്കെ വരച്ചാൽ നല്ലതായിരിക്കും. ഇത് കണ്ടോ, അതിന്റെ ഒരു റിപ്പർ കേറാൻ പറ്റുന്നില്ല എന്നാരും പറയുന്നുണ്ടല്ലോ. ഇതിൽ പക്ഷെ ആരും കാണിക്കുന്നില്ലല്ലോ. പ്രജുഷയെ തോന്നുന്നു. പ്രജുഷയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിദ്യാ മെയിൽ ഐ ഡിന്ന് കയറാനായിട്ട് പറയോ? എന്താന്നറിയില്ല, എനിക്കിതിൽ അഡ്മിറ്റ് കാണിക്കണമില്ല. പ്രജുഷ കയറിയോ? ഇപ്പൊ കയറിയാ? ഇത് കാണിക്കുന്നില്ല, എന്താന്നറിയില്ല. പ്രജുഷ കയറിയാ? വേഗം പറയ്. എന്തേ? ഗൗരിപ്രിയാണോ ഇപ്പൊ പറഞ്ഞത്? ഞാൻ പ്രജുഷ എന്നല്ലേ പറഞ്ഞത്? പ്രജുഷ. പ്രജുഷയ്ക്ക് കേറ്റാൻ പറ്റണേ. പ്രജുഷ വന്നിട്ടുണ്ട്.
പ്രജുഷ നേരത്തെ 10 മണിക്ക് തുടങ്ങിയ കേട്ടോ ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്കിത് വീണ്ടും സ്ലൈഡിലേക്ക് പോവാം. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇതൊക്കെ നോക്കുക കേട്ടോ. ടൈപ്സ് ഓഫ് റിപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വരച്ച് പഠിക്കുക, അല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് പറയാനില്ല. ഇനി അടുത്ത ആളാരാണ് വന്നിരിക്കുന്നത്? പ്രജുഷ ഇപ്പൊ കേറിയാ? ശരി, എന്താണ് ലേറ്റ് ചെയ്തപ്പോ? ഓക്കെ ഓക്കെ, അത് ചെയ്യാട്ടോ. അപ്പൊ ഇത് നോക്കൂ, അതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ എല്ലാവരും കേറിണ്ടായിരുന്നില്ലേ? ഇത് നേരത്തെ കയറണ്ടേ? 9:55 കയറണ്ടേ അടുത്ത ക്ലാസ് കഴിഞ്ഞാൽ? അത് കുഴപ്പമില്ല, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്താണ് ഇവിടെ ടൈപ്സ് ഓഫ് റിപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് റേഡിയൽ റിപ്പേഴ്സ് ഇതൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, റിപ്പേഴ്സ് പറയുമ്പോൾ എന്താണ്? ടൂളാണ്, ബ്രേക്ക് സംതിങ്. റോഡ് കൺസ്ട്രക്ഷന് നമുക്ക് യൂസ് ചെയ്യും. കോറിയിങ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ റിപ്പർ വെച്ചിട്ട് നമുക്കതിനെ അല്ലെ കോറിയിങ് പ്രോസസ്സ് ചെയ്തുകൂടെ? മൈനിങ് ചെയ്തുകൂടെ? കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് റോഡ് കൺസ്ട്രക്ഷനും അതുപോലെ റോഡിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം റിപ്പർ. ഇനി അത് ഏത് വസ്തുവാണ് കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കോസ്റ്റ്, അതിൽ ഡയമണ്ട് മീൻസ് അതിന്റെ ഹാർഡ് സബ്സ്റ്റൻസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ വസ്തുവിനേക്കാളും കട്ടിയുള്ളതല്ലേ നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങൾ ആ ബ്രിണൽ ഹാർഡ്നെസ് അതൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിൽ കട്ടേഴ്സ് ഏത് വസ്തുവിനെയാണോ നമുക്ക് പഞ്ച് ചെയ്യേണ്ടത് അതിനേക്കാളും കട്ടിയുള്ള ആ ഒരു കട്ടർ ആയിരിക്കും അതിൽ അറ്റാച്ച് ചെയ്യേണ്ടാവുക. അപ്പൊ അത് ഒക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി, വായിച്ചു പഠിക്കുക കേട്ടോ. ഇനി ഇത് ടോവ്ഡ് യൂണിറ്റ്, അതിന്റെ യൂണിറ്റ്സ് എന്താണ്? ടോവിങ്ങിന്റെ അർത്ഥം എന്നാ? അശ്വിൻ, അശ്വിൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കിപ്പോ അത് ഓർമ്മയില്ല. എന്താ അശ്വിൻ ഒന്നും കൂടി എഴുതി വെക്കുക അവിടെ. വാട്ട് ഈസ് അന്ന് അശ്വിൻ പറഞ്ഞപ്പോ തന്നെ അശ്വിൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടൗവിങ്. ഓക്കെ, അപ്പൊ വേരിയസ് ടൈപ്സ് ഓഫ് റിപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ടൗഡ് യൂണിറ്റ്, ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വായിച്ച് പഠിച്ചാൽ പോരെ നിങ്ങൾക്ക്. ബാക്ക് റിപ്പേഴ്സ്, ദീസ് ആർ ദി കാറ്റഗറി. കേബിൾ ഓപ്പറേറ്റഡ് ആയിരിക്കും ടൗഡ് ആണെങ്കിൽ. മനസ്സിലായോ? അതിന്റെ ഒരു ഇതാണ്, മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്നായിരിക്കാം. കേബിൾ ഓപ്പറേറ്റഡ് ആണ്. അടുത്തത് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ആണെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് റിപ്പർ എന്നാണ് എഴുതുക. ബാക്ക് റിപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡോസറിന്റെ മുകളിൽ കയറ്റി വെക്കണം, അങ്ങനെയൊക്കെ. മനസ്സിലായോ? അശ്വിൻ അവിടെ എഴുതിയ ടൗവിങ്ങിന്റെ അർത്ഥം എഴുതിയ? ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഇതിൽ കാണാം. അപ്പൊ ആ വേർഡ്സ് കുറെ ടെക്നിക്കൽ വേർഡ്സ് ഇതിൽ വരും. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും ചെയ്യാം കേട്ടോ. ഹോളിങ്, മാനുവറിങ്, അല്ലെങ്കിൽ ലോഡിങ്, സ്പ്രെഡിങ്. ലോഡിങ് ചെയ്തിട്ട് നമ്മളത് ലോഡ് ചെയ്യും. പിന്നെ എന്താ പറയുക, പ്ലേസ് ചെയ്യുക അല്ലേ? അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതൊക്കെ ഫെമിലിയർ ആവണമെങ്കിൽ നിങ്ങളത് വായിച്ച് എത്തിക്കണം. ആ വേർഡ്സ് ഒക്കെ എഴുതിയാലാണ് പറഞ്ഞ പോലെ മാർക്കും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, എന്തായിരുന്നു എർത്ത് മൂവ് എക്യുപ്മെന്റും എക്സ്കവേഷനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതിനെ ലോഡ് ചെയ്തിട്ട് ഹോൾ ലോഡിങ് അല്ല, എക്സ്കവേറ്റ് ചെയ്യുന്നു. എക്സ്കവേറ്റ് ചെയ്യാതെ കഴിഞ്ഞിട്ട് നമ്മളത് ഹോൾ ചെയ്യുക. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. അങ്ങനത്തെ വാക്കുകളൊക്കെ, ഈ വാക്കുകളൊന്നുമല്ല, സ്ലൈഡിൽ കുറച്ച് വേർഡ്സ് വരുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ വരണം, അതിന് വായിക്കണം. നിങ്ങൾ മൺഡേ എന്തായാലും ഇതെല്ലാം പഠിച്ചിട്ടൊന്ന് വരിക. നമ്മൾ മിക്കവാറും ഇപ്പൊ ഇത് തീരും. മൺഡേ എല്ലാം പഠിച്ചിട്ട് വരിക, നമുക്കൊരു റിവിഷൻ ഒന്നാവാം കേട്ടോ. മിക്കവാറും ഈ ഒരു പീരീഡോടെ ഇത് തീർക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഹരിപ്രസാദ് പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു യെസ് പറയൂ, മൈക്ക് ഓൺ ചെയ്തിട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. അല്ല, അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ടൗഡ് യൂണിറ്റ് കണ്ടോ, ഇത് എങ്ങനെയാണ്? അത് കേബിൾ ഓപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞില്ല, അതിന് പടം ഉണ്ട്, പിന്നെ എത്ര ബുദ്ധിമുട്ട് വേണ്ടിയിരുന്നില്ല. ടൗഡ് യൂണിറ്റ് കണ്ടോ. ഇനി ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റ്, ഹൈഡ്രോളിക് പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ റിപ്പറിന്റെ പ്രവർത്തനമെങ്കിൽ അതിന് ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് എന്ന് പറയും. മനസ്സിലായോ? ഇനി ബാക്ക് റിപ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡോസർ ബ്ലേഡ് കണ്ട, ബ്ലേഡിന്റെ പോലത്തെ എന്തോ ഇതിന്റെ മുകളിൽ വെച്ചിരിക്കുന്നതാണ് ബാക്ക് റിപ്പർ. അപ്പൊ അതൊക്കെ ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇങ്ങനെയും കാറ്റഗറൈസ് ചെയ്യാന്ന് പറയുന്നത് ഫിക്സ്ഡ് ഷാങ്ക് റിഫ്റ്റർ. അപ്പൊ സിമ്പിൾ റിപ്പിംഗ് ആണെങ്കിൽ, ചെറിയ വക കട്ടിങ് ആണെങ്കിൽ ഫിക്സഡ് മൾട്ടിപ്പിൾ ഷാങ്ക് റിപ്പർ മതി. ഇനി എന്താ പറയാ, ചേഞ്ച് ഓഫ് ആംഗിൾ ചെയ്യണമെങ്കിൽ വേരിയബിൾ മൾട്ടിപ്പിൾ ഇതുണ്ട്, ഫിക്സഡ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കുക. കണ്ടോ, അതിന്റെയൊക്കെ പടങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ?
ഇങ്ങനെ മണ്ണുമാന്തി യന്ത്രങ്ങളിൽ ഇങ്ങനെ സാധനങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ഷാങ്ക് റിപ്പർ, വേരിയബിൾ ജയന്റ് റിപ്പർ. കണ്ട ഇതിന്റെ ഇവിടെ കണ്ട അങ്ങനെ ഒരു ബാഹുബലിയിലത്തെ സാധനത്തിന്റെ പോലെ ഉണ്ട്, യുദ്ധത്തിന്റെ സമയത്ത് എക്യുപ്മെന്റ് പോലെയൊക്കെ തോന്നുന്നില്ലേ. വേരിയബിൾ ജയന്റ് റിപ്പർ, അങ്ങനത്തെ ഒക്കെ ഫിക്സഡ് ജയന്റ് റിപ്പർ, ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി റിപ്പിംഗ് എഫിഷ്യൻസി, നമ്മൾ ഇൻ ഓർഡർ ടു അച്ചീവ് ഹൈ റിപ്പിംഗ് എഫിഷ്യൻസി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ലൂസ് വേണ്ട അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു സാധനം ഒന്ന് പൊട്ടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ആ ടൈറ്റ്നെസ് ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് അല്ലെ, അങ്ങനെ ചെയ്യില്ലേ നമ്മൾ. മെറ്റീരിയൽ പൊട്ടുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ലൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണെങ്കിൽ അല്ലെ, നിങ്ങൾ കോർ കട്ടർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് ലാബിൽ നമ്മൾ പറയാറുണ്ട് എന്താന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള പ്രതലത്തിൽ ഹലോ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഇപ്പൊ കേൾക്കണ്ട. നിങ്ങൾ ഏതുവരെ റിപ്പറിന്റെ ഏതുവരെ കേട്ടിട്ടുണ്ട്? ഏതുവരെ നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് റിപ്പർ വരെ ഓക്കെ ആയിരുന്നില്ലേ? കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? മിഥുൻ, കേബിൾ ഓപ്പറേറ്റഡ് ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്ലൈഡ് ആയപ്പോ പോയില്ലേ? ശരി, ഇതൊക്കെ കണ്ടിരുന്നോ? ഞാനിങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനത്തെ മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ ഈ സ്ലൈഡിൽ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു കണ്ടോ? ബാഹുബലി ടൈപ്പിലുള്ള കുറെ നമ്മൾ ആ യുദ്ധത്തിന്റെ സമയത്തുള്ള ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പേരുകളൊക്കെ അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചു വെക്കാം. ശരി ശരി. അപ്പൊ ഇതിൽ പറഞ്ഞത് ഓക്കെ, റിപ്പിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് അടുത്തൊരു ഇതിൽ വരുന്നത്. നമ്മൾ എത്ര റിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, നമുക്ക് അത്ര പെട്ടെന്ന് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ കോർ കട്ടറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ ലാബിൽ ജിയോടെക് ലാബിൽ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല ഭയങ്കര ഹാർഡായിട്ടുള്ള സ്ഥലത്ത് പോയി ഇടിക്കണ്ട, ലൂസ് ആയിട്ടുള്ള മണ്ണുണ്ടെങ്കിൽ സെയിം മണ്ണാണെങ്കിൽ അവിടെ പോയി ഇടിച്ച് വാല്യൂ കണ്ടെത്തിയാൽ മതി എന്ന് പറയില്ലേ. അതേപോലെ നമുക്ക് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ലൂസാക്കുക, എന്തെങ്കിലും കൊടുത്ത് ലൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അരിവാളിന്റെ മൂർച്ച അത്രയ്ക്ക് പോവില്ല. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നമുക്ക് ആ സർഫസിനെ ഒന്ന് ലൂസാക്കി കൊടുത്താൽ എഫിഷ്യൻസി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇനി അതിന് മെറ്റീരിയൽ സോഫ്റ്റ് ആണെങ്കിൽ
എന്താ ചെയ്യുക, ഒരു ഷാങ്ക് കുറെ ഇത് ഈ ടൈപ്പ് യൂസ് ചെയ്യണ്ടല്ലോ, മനസ്സിലായി, ഇതിനെ ഒന്നും റെന്റിന് എടുക്കണ്ടല്ലോ, ചെറിയ വാടകയ്ക്ക് കിട്ടുന്ന ചെറിയ സാധനം യൂസ് ചെയ്താൽ പോരെ. അപ്പൊ സോഫ്റ്റ് ആണെങ്കിൽ ചെറുതരം എടുക്കുക, ഹാർഡ് ആണെങ്കിൽ വലുതരം എടുക്കുക. ദെൻ ഡൗൺ ഹില്ലായിട്ട് ചെയ്യണം, ടുവേർഡ്സ് ഗ്രാവിറ്റി പോലെ കട്ട് ചെയ്തിട്ട് പോവുക. അവോയ്ഡ് റിവേഴ്സിങ് ചെയ്യാതെ ഒരു ഡയറക്ഷനിൽ തന്നെ അത് പെർഫോം ചെയ്ത് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോസിങ്ങും റിപ്പിങ്ങും ഒരുമിച്ച്, അതായത് ഡോസിംഗ് എന്ന് പറയുമ്പോൾ ലെവല് കട്ടാക്കി ഒരേ സെയിം ലെവലിലേക്ക് ലെവൽ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നല്ലേ ഡോസിംഗ് എന്ന് പറയുന്നത്. ഡോസിങ്ങും റിപ്പിങ്ങും ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിനെ എന്തിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ എഫിഷ്യൻസി 100% എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുക? നിങ്ങളുടെ സോയിലിന്റെ കണ്ടീഷൻ അനുസരിച്ച്. ക്ലേ സോയിൽ ആണെങ്കിൽ ചിലപ്പോൾ ചില റിപ്പർ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഗ്രാവൽ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ. അതുപോലെ നിങ്ങളുടെ ട്രാക്ടർ ഡോസറിന്റെ സൈസിനനുസരിച്ചിട്ട്, അതായത് ഇത് ഒരു ഇതിലേക്കല്ല അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക, റിപ്പർ വിൽ ബി അറ്റാച്ച് ടു എ ട്രാക്ടർ യൂണിറ്റ്. അതിന്റെ സൈസിനോ ഇതൊരു ഇതല്ലേ, ഇതൊരു ടൂളാണ്, ഇതൊരു ട്രാക്ടറിലേക്കായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ സൈസ്, അതുപോലെ അത് മെഷീന്റെ സ്പീഡ്, സൈസ്, ഇങ്ങനെയുള്ള പോലത്തെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ അതോടെ അത് കഴിഞ്ഞു, റിപ്പർ എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞു കേട്ടോ. അടുത്ത് ലോഡർ എന്ന് പറയുന്ന എർത്ത് മൂവിങ് എക്യുപ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലോഡർ എന്ന് പറയുന്ന ഒരു തരം ട്രാക്ടർ തന്നെയാണെന്നാണ് പറയുന്നത്. കണ്ടോ, ട്രാക്ടർ നമ്മൾ പഠിച്ചിട്ടില്ലേ? ട്രാക്ടർ നമ്മൾ എർത്ത് മൂവിങ്ങിൽ പഠിച്ചു. അപ്പൊ അതുപോലത്തെ ഒരു തരം ട്രാക്ടർ ആണ് ലോഡർ. യൂഷ്വലി വീലിലായിരിക്കാം, അല്ലെങ്കിൽ ട്രാക്സിൽ ക്രോളർ ടൈപ്പ്, അത് ക്രോളർ ടൈപ്പ് ബെൽറ്റ് കൺവെയർ പോലത്തെ ക്രോളർ മൗണ്ടർ അല്ലെങ്കിൽ വീൽ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു തരം സംഭവമാണ്, ഒരു തരം ട്രാക്ടറിനെയാണ് ലോഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും, ഒരു കണക്റ്റഡ് ടു ദി എന്താണ് വിത്ത് വൈഡ് ബക്കറ്റ്. അതിലൊരു ഫ്രണ്ടിലൊരു ബക്കറ്റ് ഉണ്ടായിരിക്കും. അതിന് ബൂംസ് പറയുമ്പോൾ എന്താ, അതിൽ നിന്ന് വരുന്ന ആംസ് അല്ലെ, ബൂംസ്. ക്രെയിനിലൊക്കെ നമ്മൾ ബൂംസ് കണ്ടിട്ടില്ലേ? ക്രെയിനിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞാൽ അടുത്തത് അതിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോവുക, ക്രെയിനിനെ പറ്റി. അപ്പോൾ എന്താണ്, ബൂംസ് ഉണ്ടായിരിക്കും ടു സ്കൂപ്പ് അപ്പ് ലൂസ് മെറ്റീരിയൽസ്, അല്ലെ, ലൂസ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ എന്തോ പടം നോക്കാം നമുക്ക്. പടം ഇത് സെയിം തന്നെ ആയിട്ട് അത് കണ്ടോ, ഇങ്ങനത്തെ സാധനമായിട്ടാണ് കാണിച്ചിരിക്കണേ. ഇത് നമ്മൾ മുന്നേ ഡോസറിലും ഈ ടൈപ്പ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഇത് ഡോസർ അല്ല, ക്രോളർ ഓർ ട്രാക്ഡ് ലോഡർ എന്നാണ് ഇത്ര ഇതിന്റെ പേര്. അപ്പൊ ഇതന്നെ നമ്മുടെ ഇവിടെ ടെക് ഫെസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? പലതും കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ, പക്ഷെ ചിലത് മിനി സൈസ് ആയിരിക്കാം, ചിലത് സൈസ് കൂടുതലായിരിക്കാം. അപ്പൊ നമുക്ക് ഒറ്റ ലേമാൻഡിന്റെ കണ്ണിൽ ഇതിലെല്ലാം ഒരേ അർത്ഥമായിരിക്കും തോന്നുന്നു, പക്ഷെ അവര് തമ്മിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഐഷ, ഈ പറഞ്ഞതൊക്കെ കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ? ശരി. അപ്പൊ ഇതൊക്കെ പഠിക്കാട്ടോ, ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. ലോഡർ ടൈപ്പ് ഓഫ് ട്രാക്ടർ ആണ്. ലോഡർ സ്റ്റോക്ക് പൈൽ മെറ്റീരിയൽ കണ്ട, സ്റ്റോക്ക്, അതായത് പൈൽസ് ഓഫ് മെറ്റീരിയൽ. പൈൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരു കൂമ്പാരം പോലത്തെ സാധനങ്ങളെ നമുക്ക് പിക്കവേ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളതാണ് ഇത് എന്നാ പറയുന്നത്. എന്നിട്ട് അതിന്റെ ഇറ്റ് കുഡ് ഡെപ്പോസിറ്റ് ഇൻ ടു എ വെയിറ്റിംഗ് ഡ്രം ട്രക്ക്, ഓപ്പൺ ട്രെഞ്ച് എക്സ്കവേഷൻ, ഡീപ്പ് എക്സ്കവേഷൻ അല്ല, ഒരു ഓപ്പൺ കട്ട് നമ്മുടെ കുളമൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ആലോചിച്ചോളൂ. ഒരു കുള നിർമ്മിതിയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഓപ്പൺ ട്രെഞ്ച് എക്സ്കവേഷൻ ആണ് നടത്തുന്നത്. അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഈ ലോഡർ യൂസ് ചെയ്യാൻ പറ്റും. അതിലൊരു റിമൂവബിൾ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും, ഓർ പെർമനന്റ്ലി അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതേപോലെ നമുക്ക് അത് മാറ്റി അതുപോലെ ഇതിന്റെ ഒരു ലോഡർ എങ്ങനെ ഇരിക്കും, ചിലപ്പോൾ വീലിന്റെ മുകളിലാണെങ്കിൽ വീൽ ലോഡർ, ക്രോളർ ആണെങ്കിൽ ക്രോളർ. ഇനി അത് വീൽ ലോഡേഴ്സിനെ തന്നെ രണ്ടായിട്ട് ആർട്ടിക്കുലേറ്റഡ് റിജിഡ് ഫ്രെയിം എന്ന് പറയുന്നു. ഇത് മുന്നേ എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടാ, മനസ്സിലായോ? അത് ഫ്രെയിമിന്റെ സ്ട്രക്ചർ പോലെ അങ്ങനെ എന്തോ, അത് നമ്മൾ മുന്നേ ഇതിലും കണ്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ ക്രോളർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മെഷീൻ ട്രാക്ക്ഡ് അത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇതുപോലെ മറ്റേ ബെൽറ്റ് ഇട്ട പോലെ ഇതുപോലത്തെ സാധനമാണ് ക്രോളർ എന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ അതൊന്നും പറയണ്ടല്ലോ, അതൊക്കെ വായിക്കുക. ഇതിനൊക്കെ വേണമെങ്കിൽ സിമ്പിളാക്കി കൊടുത്താൽ ChatGPT ചിലപ്പോൾ കിട്ടുമായിരിക്കാം. വീൽ ലോഡർ എന്ന് പറയുമ്പോൾ 4 ചക്രമുള്ളതാണ് വീൽ ലോഡർ അല്ലെ, ഇതിൽ കണ്ടത് 4 ചക്രം ഉള്ളതാണ്. അപ്പൊ അതാണ് നമ്മുടെ വീൽ ലോഡഡ്. ഇനി അതിലും ബക്കറ്റും ഇതൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നമ്മളിത് മണ്ണൊക്കെ എടുത്തുകൊണ്ടുപോയി എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ആർട്ടിക്കുലേറ്റഡ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ആർട്ടിക്കുലേറ്റഡ് എന്ന് പറയുമ്പോൾ ഹിഞ്ച്, ദ ടൈപ്പ് ഓഫ് ലോഡർ ഈസ് ഹിഞ്ച് ഇൻ ദ മിഡില് ഹിഞ്ച്. അപ്പൊ ഹിഞ്ചിന്നല്ലേ മൂവ്മെന്റ് വരിക. അപ്പൊ ആർട്ടിക്കുലേറ്റഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ
ദ ടൈപ്പ് ഓഫ് ലോഡർ ഈസ് ഹിഞ്ച്ഡ് ഇൻ ദ മിഡിൽ, ഫ്രണ്ട് ആൻഡ് റിയർ ആക്സിൽ. ഇവിടെ രണ്ട് വീലിൽ ഇവിടെ ഫ്രണ്ട് ആക്സിൽ ഉണ്ട്, ബാക്ക് വീലിന്റെ അവിടെ ഒരു ആക്സിൽ ഉണ്ട്, ബാക്ക് റിയർ ആക്സിൽ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് നിങ്ങളുടെ ഹിഞ്ച്. ആ ഹിഞ്ചിന്റെ അബൌട്ട് ആയിരിക്കും ഫൾക്രം പോയിന്റ്, അതായിരിക്കും അവിടെ ആയിരിക്കും മൂവ്മെന്റിന്റെ ഒക്കെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആണെങ്കിൽ ഇതിനെയാണ് ആർട്ടിക്കുലേറ്റഡ് ടൈപ്പ് എന്ന് പറയാം കേട്ടോ. മനസ്സിലായോ? ഇനി അത് പഠിക്കാം. 30 to 40 ഡിഗ്രി ആ ഒരു അബൌട്ട് ദ ഫൾക്രം പോയിന്റ്, അതിന് കറങ്ങാനൊക്കെ പറ്റും. ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാം. റിജിഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ചീപ്പർ ആണ്, റിജിഡ് ആണ്. അതിൽ ഫൾക്ര അതില്ല, ആ ഹിഞ്ചിനല്ല. ഇത് കണ്ട ഇങ്ങനത്തെ ഒരു കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പോലെ തോന്നുന്നില്ലേ? കമ്പാരിറ്റീവ്ലി ചീപ്പർ ആണ്. 2 വീൽ സ്റ്റിയർ രീതിയിലൊക്കെ പ്രവർത്തനമൊക്കെ ആയിരിക്കാം, ഹിഞ്ച് രീതിയിലായിരിക്കില്ല. അപ്പൊ താല്പര്യമുള്ളവർ കുറച്ചുകൂടെ ഒക്കെ നോക്കുക, അല്ലെങ്കിൽ പേരും അതിന്റെ മിനിമൽ ഒരു പോയിന്റെങ്കിലും എല്ലാവരും പഠിച്ചിരിക്കണം. മനസ്സിലായോ? ഇനി ഔട്ട്പുട്ട് എഫിഷ്യൻസി എങ്ങനെയാ പറയാ? നമ്മൾ എത്രമാത്രം ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് അതിന്റെ ഒരു ഇത് വരുന്നത് കേട്ടോ. സൈക്കിൾ ടൈം നമ്മൾ അന്ന് എർത്ത് മൂവിങ് പറഞ്ഞപ്പോൾ എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രൊഡക്ഷൻ പെർ സൈക്കിൾ ഇൻറ്റു 3600/c, സൈക്കിൾ ടൈം ഇൻറ്റു എഫിഷ്യൻസി. എഫിഷ്യൻസി അവർ പറയാം അവരുടെ ലോഡറിന്റെ എഫിഷ്യൻസി 99% ആണെന്ന് പറഞ്ഞാൽ 0.99 ഇൻറ്റു 3600/c സൈക്കിൾ ടൈം. സൈക്കിൾ ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ സൈക്കിൾ ടൈം എന്താണെന്ന്? പ്രജുഷ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതി. ഓർമ്മയുണ്ടോ പ്രജുഷയ്ക്ക്? വെരി ഗുഡ്, ഓർമ്മയില്ല. അപ്പൊ അത് പഠിക്കാട്ടാ. സൈക്കിൾ ടൈം എന്ന് പറഞ്ഞിട്ട് ശരി, നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു സാധനം കറങ്ങി, എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ആ ഒരു സാധനം ട്രക്ക് എന്തോന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സാധനം ഇങ്ങനെ കറങ്ങി ആ സാധനത്തിനെ എടുത്ത് അവിടെ വന്ന് അതിനെ അവിടെ വെച്ച് തിരിച്ച് സ്വിങ് ചെയ്തിട്ട് അവിടെ വരാനുള്ള സമയത്തിനാണ് സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് വരെ നിങ്ങൾ ഇതൊക്കെ പ്രോബ്ലം വരെ ചോദിക്കുമെന്ന് അറിയില്ല, കാരണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്താ ഇവിടുന്ന് ഇതാണെന്നും അറിയില്ല. അപ്പൊ പഠിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പഠിക്കുക കേട്ടോ. ക്യൂ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പെർ സൈക്കിൾ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഇതില് നമുക്കതില് അവർലി പ്രൊഡക്ഷൻ എത്ര മണ്ണ് ഒരു മണിക്കൂറിൽ എത്ര മീറ്റർ ക്യൂബ് നീക്കം ചെയ്യാൻ പറ്റും, ലോഡർ വെച്ചിട്ട് കണക്കൂട്ടാൻ പറ്റും. മനസ്സിലായോ? ഇനി ബക്കറ്റ് ഫാക്ടർ എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊക്കെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതോടെ നമ്മുടെ എർത്ത് എക്സ്കവേഷൻ മെറ്റീരിയൽസ് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഹാരിസിന്റെ ഇവിടെ ഏതൊക്കെയായിരുന്നു 4 എർത്ത് എക്സ്കവേഷൻ മെറ്റീരിയൽസ് നമ്മൾ പഠിച്ച? എർത്ത് എക്സ്കവേഷൻ എക്യുപ്മെന്റ്സ് ഇന്നലെ പറഞ്ഞത്. ഹാരിസ് ഇവിടെ ഇല്ലേ? അശ്വിൻ, OA, ES ഏതായിരുന്നു ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്? ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? വേഗം പറയേ. ഹാരിസ് ആണോ എന്ന് പറഞ്ഞത്? ആരെങ്കിലും ഒക്കെ ഒന്ന് പറയൂ. ഏതായിരുന്നു 4 എണ്ണം? ആരെങ്കിലും പറയൂ, അറിയാവുന്നവർ പറയൂ. 4 എണ്ണം ഏതാ? വിച്ച് ആർ ദി 4 എർത്ത് വർക്ക് എക്സ്കവേഷൻ എക്യുപ്മെന്റ്സ്? 4 എണ്ണം പഠിച്ചു കഴിഞ്ഞു. 3ാമത്തെ റിപ്പർ, 4ാമത്തെ ലോഡർ, 1ാമത്തെ ഏതായിരുന്നു? അറിയാവുന്നവര് ചാറ്റ് ബോക്സിൽ എഴുതിയിടൂ. ഇന്നലെ 1ഉം 2ഉം ക്ലാസ്സിൽ എടുത്തില്ലേ? അത് ഏതായിരുന്നു? ഫസ്റ്റ് വൺ അറിയാവുന്നവർ അവിടെ വേഗം എഴുതിയിട്ടെ. അല്ലെങ്കിൽ പറഞ്ഞാലും മതി. പറഞ്ഞിട്ടല്ലേ? ആരോ പറഞ്ഞിട്ട്. ഇവിടെയാണെങ്കിൽ നെറ്റ് സ്ലോ ആണ്. പറഞ്ഞിട്ടില്ലല്ലോ. ഹർഷ, അതന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഡോസർ കഴിഞ്ഞിട്ട് ഒരെണ്ണം പഠിച്ചില്ലേ? ഡോസർ, ബുൾഡോസർ, JCB എന്ന് പറയുന്ന ബുൾഡോസർ ആണോ? എർത്ത് എക്സ്കവേറ്റേഴ്സ് അതാണ് 2ാമത്തെ. ഡോസർ ഫസ്റ്റ് വൺ, എക്സ്കവേറ്റേഴ്സ് വെരി ഗുഡ്. റിപ്പർ, ലോഡർ, ഇങ്ങനെയുള്ള 4 എണ്ണമാണ് കേട്ടോ. ഇത് 4 എണ്ണം നിങ്ങൾ പഠിച്ചേ പറ്റൂ. പരീക്ഷയ്ക്ക് ഏത് തരത്തിൽ ചോദ്യം വരുമെന്ന് നമുക്കറിയില്ല. അപ്പൊ അതോടെ ഏത് കഴിഞ്ഞു? എക്സ്കവേഷൻ എക്യുപ്മെന്റ് കഴിഞ്ഞു. മൂവിങ് എക്യുപ്മെന്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എർത്ത് മൂവിങ് കഴിഞ്ഞു. ഇനി അടുത്ത് ഹോളിംഗ് ആണ്. ഹോളിങ്ങിന് വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുക? അതായത് നമുക്ക് ഇതിനെ കൊണ്ടുപോകണം. ഈ മണ്ണ് മാന്തിയെടുത്ത മണ്ണിനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രക്ക് അല്ലെ? എന്താ പറയാ? എർത്ത് ഹോളിംഗ് എക്യുപ്മെന്റ്. അതായത് യു മേ ബി എക്സ്കവേറ്റിംഗ് ദ എർത്ത്, സോയിൽ, അഗ്രിഗേറ്റ്, റോക്ക്, കോർ, മിനറൽ ഡെപ്പോസിറ്റ്സ്, ഗോൾഡോ എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾ എർത്ത് നിന്ന് എന്താണ് എക്സ്കവേറ്റ് ചെയ്തത് അതിനെ കൊണ്ടുപോകാനുള്ള വുഡോ എന്തെങ്കിലും ആവാം. വുഡൊന്നും നമ്മളിവിടെ പറയുന്നില്ല എന്ന് മാത്രം. അപ്പൊ അതിനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ട്രക്ക് യൂസ് ചെയ്യില്ലേ?
റെയിൽ റോഡ് വഴി ഗതാഗതത്തിലല്ലേ പോവുക. ചിലപ്പോൾ റെയിൽ റോഡ് വഴി പോവും, അല്ലെങ്കിൽ ട്രെയിൻ വഴി പോവും. അപ്പൊ അതെന്താണ്, ട്രാക്ടറോ അല്ലെങ്കിൽ ട്രക്കോ ഒക്കെയാണ് ഇതിനെ കൊണ്ടുപോവുക അല്ലെ. ഹൈ മൊബിലിറ്റി വേണം, കാരണം ഇത് പെട്ടെന്ന് എത്തണം. ബാഡ് വെതറിലൊക്കെ കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള നല്ല ഹെവി വെഹിക്കിൾ ആയിരിക്കണം. റബ്ബർ ടയർ ട്രാക്ടർ ആയിരിക്കും. മനസ്സിലായോ? ഇനി മറ്റേ ട്രെയിനിലാണെങ്കിൽ സെപ്പറേറ്റ് വാഗൺസ് അല്ലെ, കോളൊക്കെ കൊണ്ടുപോകാനായിട്ട് പ്രത്യേക ഇതില്ലേ അല്ലേ, അല്ലേ? ട്രെയിൻ നിങ്ങൾക്ക് അറിയില്ലേ, പാസഞ്ചർ ട്രെയിൻ അല്ലാതെ ഗുഡ്സ് കൊണ്ടുപോകാൻ ഗുഡ്സ് ട്രെയിൻസ് ഇല്ലേ, അതുപോലത്തെയാണ്. ഇനി ഇവിടെ ഹോളിംഗ് എക്യുപ്മെന്റിൽ ദേ ആർ യൂസ് ഷോർട്ട് ഹോൾസ് അല്ലെ, ലോ സ്പീഡ്. അത് പതുക്കനല്ലേ പോകാൻ പറ്റുള്ളൂ. വണ്ടികൾ ഇങ്ങനത്തെ വലിയ വലിയ മണ്ണൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികൾ നിങ്ങൾക്ക് അറിയാം, അവിടെ സ്പീഡ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് ദൂരെ ഷോർട്ട് ഹോളേജ് ഉണ്ടാവുള്ളൂ, കാരണം പതുക്കനെ അതിന് പോകാൻ പറ്റുള്ളൂ. അപ്പം പറഞ്ഞ പോലെ അധികം അങ്ങനെ വലിയ ദൂരത്തേക്കൊന്നും പോവില്ല. മീൻസ് കേരളത്തിൽ നിന്നല്ല, മഹാരാഷ്ട്ര വരെ ഒന്നും പോയിരിക്കില്ല മണ്ണൊക്കെ. കർണാടക വരെ അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി പോകുന്നുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ എന്താ പറയണ, ഓൺ ഹൈവേ റേക്ക്, ഹൈവേയിൽ പോകുന്നതുണ്ട്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈ എന്ന് പറയുമ്പോൾ എന്താണ്, വെഹിക്കിൾസ്. ചില വണ്ടികൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ മാത്രം ഓടുന്ന ചില വണ്ടികളുണ്ട്. അങ്ങനത്തെ ട്രക്കിനെയാണ് ഓഫ് ഹെവി വെഹിക്കിൾസ് എന്ന് പറയുക അല്ലെ. എന്തിനു വേണ്ടിയിട്ട്, എർത്ത് മൂവ് ചെയ്യാനായിട്ട്. എർത്ത് മീൻസ് എന്താണ്, സോയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ മാത്രം ഓടുന്നതിനെ ഓഫ് ഹൈ വെഹിക്കിൾസ് എന്നും, മറ്റേതിനെ മെയിൻ റോഡിൽ കൂടെ പോയിട്ട് വേറെ സംസ്ഥാനത്തേക്ക് കടക്കുന്നതിനെയൊക്കെ നമ്മൾ ഓൺ ഹൈ വെഹിക്കിൾസ് എന്നുള്ള രീതിയിൽ പറയും. ക്ലിയർ അല്ലേ? അതിനൊരു ഉദാഹരണമാണ് ട്രക്ക്. അതുകൊണ്ട് ട്രക്കിനെ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ട്രക്ക് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ വെഹിക്കിൾ ആണ്. ഇതൊക്കെ വായിക്കില്ലേ, മനസ്സിലായില്ലേ? അത് അതിലർത്ത് അഗ്രിഗേറ്റ് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഫോർ വേരിയസ് പ്രോജക്ട്സ്. ഡാം ഉണ്ടാക്കാനോ അല്ലെ. നമ്മളിപ്പോ കാണാറില്ലേ, നമ്മുടെ ഇവിടുത്തെ എല്ലാ മണ്ണും എങ്ങോട്ടാ കടത്തണേ. കുറെ സ്ഥലത്ത് മണ്ണ് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഹാരിസ് പറയൂ. ഇപ്പൊ നമ്മൾ കുറെ സ്ഥലത്ത് കുന്നിന്റെ പ്രദേശത്തൊക്കെ നമ്മൾ മണ്ണെടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ എവിടേക്കാണ് ഈ മണ്ണൊക്കെ ഇങ്ങനെ കള്ളക്കടത്ത് പോലെ കൊണ്ടുപോകുന്നത്? എന്തിനായിരിക്കും? നമ്മുടെ എവിടെയൊക്കെ കാണാം കുറെ മണ്ണ് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നത്. മീൻസ് അങ്ങനെയല്ല, ലീഗലായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്നാലും അതുകൊണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഈ പ്രകൃതി പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇന്നിപ്പോ എന്താ ഇവിടെ മൂവാറ്റുപുഴയിലൊക്കെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ കോറിങ് ഒക്കെ ചെയ്ത് ഒക്കെ അനധികൃതമായിട്ട്. മണ്ണിന്റെ കാര്യം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോർ പ്രഷറൊക്കെ എത്രയാ വരിക എന്നുള്ളതൊന്നും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മണ്ണ് നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. മണ്ണ് നമ്മൾ പറയുന്ന കണക്കിൽ എടുത്താൽ തന്നെയും അതിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാം. കാരണം ഈ വെള്ളവും മണ്ണും കൂടി വരുമ്പോൾ ഭയങ്കര, ഇപ്പൊ മനസ്സിലായില്ലേ ഇതിന്റെ അവസ്ഥ എന്നുള്ളത്, കേരളത്തിന്റെ അവസ്ഥ മനസ്സിലാവുന്നില്ലേ? അപ്പൊ അതാണ് അവിടെ ഒരു പ്രശ്നം. അപ്പൊ ഞാൻ ഹാരിസിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എവിടേക്കാണ് ഈ മണ്ണുകൾ ഇപ്പോൾ കുറേ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ മണ്ണൊക്കെ ചില സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് കേരളത്തിൽ എന്താ ഇപ്പൊ നടക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം ഹാരിസ് പറയണമെന്നില്ല. വേറെ ആർക്ക് വേണമെങ്കിൽ കിട്ടുന്നവരെ ചാറ്റ് ബോക്സിൽ എഴുതിയിടാട്ടാ. ഇപ്പൊ നിങ്ങൾ കോഴിക്കോടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ കാണില്ലേ ഇതൊക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ ബാക്ക് ഫില്ലൊക്കെ ആവാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? ഉത്തരം കിട്ടിയവരാണെങ്കിൽ അവിടെ എഴുതി വെക്കൂ. ആഷ്ലിനുണ്ടോ? അവന്തിക എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അരീന പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? സാനിയ കേൾക്കുന്നുണ്ട് അല്ലെ? അതെ, ഞാൻ ചോദിച്ചതേ നമ്മൾ കണ്ട റോഡ് നമുക്ക് വേണ്ടത് ഇപ്പൊ NH വർക്കൊക്കെ നടക്കുന്നില്ലേ, അവിടെയൊക്കെ യൂഷ്വലി കുറെ മണ്ണൊക്കെ വേണ്ടി വരും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട്, കാരണം എംബാക്ക്മെന്റ് റോഡ്സ് ആയിട്ടല്ലേ എക്സ്കവേഷൻ കട്ട്സ്, അത് അവിടെ കുറെ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മണ്ണൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ മണ്ണൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കേട്ടാ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ട്രക്ക് യൂസ് ചെയ്യുക. കണ്ടോ, ഡാമിന്റെ കൺസ്ട്രക്ഷൻ, ഹൈവേ, പോർട്സിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ഈ മണ്ണുകൾ കുറെ അഗ്രിഗേറ്റ്സ്, മണ്ണ് മാത്രമല്ല മെറ്റല് അഗ്രിഗേറ്റ്സ് ഒക്കെ കൊണ്ടുപോകേണ്ടി വരും. അതിന് ട്രക്ക് യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഹെവി മോർ ദാൻ 10 ടൺസ് വരെ കൊണ്ടുപോകും. ഒരു ടൺ എന്ന് പറഞ്ഞാൽ തന്നെ എത്ര കിലോ വരണം? ഒരു ടൺ എത്ര കിലോ എന്ന് എഴുതി വെച്ചേ. ഹർഷ പറയൂ, ആൻലിയ, ആദിത്യ, നിങ്ങൾ ആരെങ്കിലും പറയൂ. ഒരു ടൺ എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാം ആണ്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവിടെ എഴുതി വെക്കൂ. 1 ടൺ എത്ര കിലോഗ്രാം ആണ്?
ഒരു ടൺ എത്ര കിലോഗ്രാം ആണ്? ആയിരം ആണ്, 100 അല്ലേ? 1000 തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ 1000 കിലോഗ്രാം ആണെന്നാണ് പറയുന്നത്. ഒരു ക്വിന്റലാണ് 100 കിലോഗ്രാം, 1000 തന്നെ. അപ്പൊ 1000, വെരി ഗുഡ്. അപ്പൊ 1000 വരുന്നുണ്ട്, കണ്ടോ? അപ്പൊ ഇവിടെ കണ്ടോ 10 ടൺസ് അങ്ങനെ കണ്ടോ? അപ്പൊ 10 ഇൻറ്റു 1000, അത്രയും ടൺസ് ഒക്കെ കൊണ്ടുപോകുന്ന ഹെവി ഡ്യൂട്ടി ട്രക്സ് ആണ് നമുക്ക് ഹോളേജ്. ഫോർ ഈ വേർഡ്സ് ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓൺ സൈറ്റ് ഹോളേജ് ഫോർ കൺസ്ട്രക്ഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹെവി ഡ്യൂട്ടി ട്രക്സ് വിൽ ബി റണ്ണിങ്. ക്ലിയർ? ഇനി ഇതിൽ കണ്ടോ, ഇതിൽ തന്നെ പലത് പറയുന്നുണ്ട്. 2 ആക്സിൽ 3 ആക്സിലുള്ള ട്രക്സ് ആയിരിക്കാം. അത് 4x2 എന്ന് പറയുമ്പോൾ എന്താ, 4 എണ്ണത്തിൽ 2 വീലിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണെങ്കിൽ 4x2 എന്ന് പറയുന്നു. 4 എണ്ണത്തിലും അല്ലെ, നിങ്ങൾക്കറിയില്ലേ? അപ്പം അതുപോലെ ബാക്കിലുള്ള ടയറ് മീൻസ് അതിന് ഇത് വരില്ലേ, ഒരു ചേഞ്ച് ഡയറക്ഷനിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അങ്ങനെയൊക്കെയാണ് ഇത്ര ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ട്രക്സ് 2 ആക്സിൽ ഓർ 3 ആക്സിൽ ആയിരിക്കാം, ഓർ മേ ബി 4x2. ഈ വേർഡ്സ് ഒക്കെ ഇതുപോലെയൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇതൊക്കെ വായിക്കുക. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹെവി ഉള്ളതാണ്. ഈ ട്രക്സ് എങ്ങനെയുള്ളതായിരിക്കാം? ട്രക്കിന്റെ ഫോട്ടോ വല്ലതും കേട്ടോ. ഇതാണ് ട്രക്ക് എന്ന് പറയുന്ന സാധനം. ക്ലിയർ? അപ്പൊ ഈ ട്രക്ക് പഠിക്കുക. ട്രക്ക് ഹോളിംഗ് എക്യുപ്മെന്റ് ആയിട്ടാണ് നമ്മൾ ട്രക്കിനെ പഠിക്കുന്നത്. അപ്പൊ കൺസ്ട്രക്ഷന് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇത് ഇങ്ങനെ പറയുന്നു. പിന്നെ എത്ര അല്ലെ, നമ്മൾ എങ്ങനെയാ ട്രക്കിന്റെ ഒരു കപ്പാസിറ്റി നമ്മൾ എങ്ങനെയാ പറയാ? വീട്ടിലൊക്കെ ഇത് കൊണ്ടുവരുമ്പോൾ നമ്മൾ 1 യൂണിറ്റ് എന്നല്ലേ പറയാ? 1 യൂണിറ്റിന്റെ കപ്പാസിറ്റി ഉള്ള ട്രക്ക്, അല്ലെങ്കിൽ 1.5 യൂണിറ്റ്, അങ്ങനെയൊക്കെയല്ലേ പറയാ? അല്ലേ? 1 യൂണിറ്റ് മെറ്റല്, അല്ലെങ്കിൽ 1 യൂണിറ്റ് മണലിറക്കി, അങ്ങനെയൊക്കെയല്ലേ പറയാം. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ ഈ ഒരു ട്രക്കിന് 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര മീറ്റർ ക്യൂബ്, ഇപ്പോൾ 25 മീറ്റർ ക്യൂബ് ആയിരിക്കും അവരുടെ. 25 മീറ്റർ ക്യൂബ് വരുന്ന രീതിയിൽ ഇന്നർ ഡയമെൻഷൻസ് 25 മീറ്റർ ക്യൂബ് വരുന്ന പോലെയുള്ള ഒരു ട്രക്കാണ് നിങ്ങൾ വാടകയ്ക്ക് വിളിക്കണമെങ്കിൽ, അത് ഒരു 2 യൂണിറ്റ് വരികയാണെങ്കിൽ അത്രമാത്രം 2 ഇൻറ്റു 25 മീറ്റർ ക്യൂബ് മണ്ണാണ് അവിടെ ഇറങ്ങുന്നത്. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ എത്ര യൂണിറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് ആവശ്യം. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഏത് ട്രക്കിനെ. ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ പറയില്ലേ, എന്ത് ചെയ്യാറുണ്ട്? അയ്യോ പോയോ? ഹലോ, കേൾക്കുന്നുണ്ടോ പറയുന്നത്?
ഹലോ, കേൾക്കുന്നുണ്ടോ? മിസ് കേക്കാം. കേൾക്കാം അല്ലേ? നമ്മൾ ഇതുവരെ പറഞ്ഞേ, വീണ്ടും എൻ്റെ നെറ്റ് പോയി. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഷെയർ ചെയ്യാം. അപ്പം അതൊന്ന് ജസ്റ്റ് കേട്ടോളൂ കേട്ടോ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഹലോ, ദീപേഷ് കേൾക്കുന്നില്ലേ? ശരി, ഈ സ്ക്രീൻ വന്നു തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? ഞാനേ എന്താണെന്നറിയില്ല, ഇന്ന് ആകെ നെറ്റിൻ്റെ പ്രശ്നം. ഏതായാലും കറക്റ്റ് സമയത്ത് തീർക്കാം കേട്ടോ. ഞാൻ ഇപ്പം ഇത് ഓണായ ഇത് സ്ലൈഡ് കാണുന്നുണ്ടോ? ഇല്ല മിസ്സേ. ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ.
സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പറഞ്ഞു തുടങ്ങിയത് നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു, ഒരു യൂണിറ്റ് ട്രക്കിൻ്റെ അതൊക്കെ നിങ്ങൾ കേട്ടോ, ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ട്രക്കിൻ്റെ കപ്പാസിറ്റി ഒരു യൂണിറ്റിൻ്റെ ട്രക്ക് വിളിക്കുക, അല്ലെങ്കിൽ 1.5 യൂണിറ്റിൻ്റെ ട്രക്ക് വിളിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഒരു വണ്ടിയുടെ വോളിയം അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ പറയുമ്പോൾ, ഒരു വലിയ വണ്ടിയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 25 മീറ്റർ ക്യൂബ് അതിൽ ഉണ്ടാവും, ചെറിയ വണ്ടിയാണെങ്കിൽ 10 മീറ്റർ ക്യൂബ് ആയിരിക്കും അല്ലേ. അപ്പോൾ 2 യൂണിറ്റ് ഇറക്കി എന്ന് പറയുമ്പോൾ ചെറുവണ്ടിയാണെങ്കിൽ 20 മീറ്റർ ക്യൂബ് ആയിരിക്കും, വലിയ വണ്ടിയാണെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നമ്മൾ ഏത് വണ്ടി വിളിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു റിക്വയർമെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ കോൾ ഫോർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ കൂടെ ഓട്ടോറിക്ഷയല്ലേ വിളിക്കുക, ചിലപ്പോൾ നമ്മൾ അതിന് മണ്ണ് കൂടുതൽ വേണമെങ്കിൽ ലോറി വിളിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഒരു യൂട്ടിലിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ ഏത് വേണമെന്ന്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വീഡിയോയിൽ കട്ടായി പോയോന്ന് അറിയില്ല, എന്തൊക്കെയോ അതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പം അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇപ്പം ഇത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം കാണുന്നില്ലേ മിഥുൻ? സ്ലൈഡ് കാണുന്നില്ലേ? ആരെങ്കിലും പറയും? ആ ശരി ശരി. അപ്പൊ അതാണ് കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓൺ ഹൈ ട്രക്ക്, പബ്ലിക് റോഡിലൂടെ പോകുന്ന ട്രക്കുകൾ എന്ന് പറയുമ്പോൾ അത് അതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. ഇനി ഓൺ ഹൈ അതന്നെ, ഓഫ് ഹൈയുടെ വേറെ എഴുതിയിട്ടുണ്ട്. ഓൺ ഹൈ എന്ന് പറയുമ്പോൾ കണ്ടോ, ഓൺ ഹൈ ഇതിന്റെ അവിടെ വാതിലടയ്ക്കണം, നമുക്കറിയില്ലേ ബാക്കിൽ അതിന്റെ ഗേറ്റ് അടയ്ക്കണ്ടേ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് പുറത്തേക്ക് പോയില്ലേ, നമ്മള് മെറ്റലൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് മൂടിയിട്ട് പോകണ്ടേ, ഷട്ടർ അടയ്ക്കണ്ടേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കണേ. മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ഓഫ് ഹൈ ട്രക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലും അതുപോലെ നമ്മുടെ എർത്ത് മൂവിങ്ങിനും മൈനിങ്ങിനും കൂടിയൊക്കെ യൂസ് ചെയ്യാം. മീൻസ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡംബർ ടൈപ്പാണ്. അതൊരു ടിപ്പർ പോലത്തെ അങ്ങനത്തെയൊക്കെ ആയിരിക്കുക. മീൻസ് ഇങ്ങനത്തെയൊക്കെ വരുന്നുണ്ട് കേട്ടോ, റിയർ ഡംപ് ഇങ്ങനത്തെയൊക്കെ കുഞ്ഞിയ സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് ഫ്രീസ് മഞ്ഞൊക്കെ കൊണ്ടുപോകാനൊക്കെ ഇത് യൂസ് ചെയ്യും. റിയർ ഡംപ് ട്രക്ക് ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓഫ് ഹൈ എന്ന് പറയുമ്പോൾ ഹൈ ഇമ്പാക്ട് ലോഡിങ് അല്ലേ, അതിങ്ങനെ അതൊക്കെ വരാം. സ്റ്റീലും ഇതൊക്കെ ചിലപ്പോൾ അതൊക്കെ വരാം, സ്റ്റീലൊക്കെ ക്യാരി ചെയ്യേണ്ടി വരും അല്ലെ. നമ്മൾ സ്റ്റീല് കൊണ്ടുപോകുന്ന വണ്ടി ഒരു കമ്പിയുടെ നീളം എത്രയായിരുന്നു? ഒരു കമ്പിയുടെ മിനിമം നീളം എത്രയാണ് വരുന്നത്? ഞങ്ങൾക്ക് വൈവയ്ക്കൊക്കെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങളോടും ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. നിധു വീണ്ടും പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഞാനേ വീണ്ടും പോയോ?
ഹലോ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഞാനേ മൊബൈലിൽ പറയാട്ടാ. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. ഞാൻ ഇനി സ്ലൈഡൊന്നും കാണിക്കുന്നില്ല, സ്ലൈഡ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടാ. അപ്പോൾ നമുക്ക് വേഗം പറഞ്ഞ പോലെ 11 മണിയാകുമ്പോഴേക്കും തീർക്കും ചെയ്യാം. കറക്റ്റ് 11 മണിക്ക് ഞാൻ നിങ്ങളെ വിടാം. അപ്പോൾ ഓഫ് ഹൈ ട്രക്സ് എന്ന് പറയുമ്പോൾ അതിൽ നോക്കുക കേട്ടോ. അടുത്ത നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്റ്റീല്. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ആരെങ്കിലും പറഞ്ഞോ? ഒരു അതല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഒരു സ്റ്റീൽ കമ്പിയുടെ നീളം എത്ര വരും? നീവ ഒരു സ്റ്റീലിന്റെ കമ്പിക്ക് എത്ര നീളം? നമ്മൾ സ്റ്റീലിന്റെ കമ്പികളൊക്കെ ഇതിലിങ്ങനെ മടക്കി ഇതൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരാണ് കണ്ടിട്ടില്ലേ ട്രക്കുകളിലൊക്കെ. അപ്പൊ അതൊക്കെ അടച്ച് കൊണ്ടുവരണമെന്നാണ് ഇവർ പറയുന്നത്. അതിനൊക്കെ പ്രോപ്പർലി ഗേറ്റ് ഒക്കെ കൊടുത്തിട്ട് അതുപോലെ അതിന് ഹൈ ഷോക്ക് ഇമ്പാക്റ്റ് കൊടുക്കേണ്ട പോലെയുള്ള മെറ്റാലിക് ബോഡിയൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയോ? ഒരാളോട് ആണോ ഷബാൻ? 18 സെന്റിമീറ്റർ കമ്പിയുടെ ക്രോസ് സെക്ഷൻ അല്ലേ ചോദിച്ചേ? ഇത് നീളം മിനിമം ലെങ്ത് ലെങ്ത് പറയേ. 13 മീറ്ററാന്നൊക്കെയാണ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ കേട്ടിരുന്നത്. 13 മീറ്ററിൽ കൂടാൻ പാടില്ല അങ്ങനെ എന്തോ. അതൊന്നും നിങ്ങൾ നോക്കുക കേട്ടാ. പിന്നെ അതിനെ കറക്റ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ ഇതിലൊക്കെ യൂസ് ചെയ്യുക. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എന്തായാലും. മനസ്സിലായില്ലേ? ഞാനേ നിർമ്മല മിസ്സിനോട് 11:15 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിസ് പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 5 മിനിറ്റും കൂടി ഇതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. മിസ് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് അവർ ഒരു 15 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ എന്താണ് ഭദ്രൻ 11 എന്താണ് പറഞ്ഞത്? ഭദ്രൻ അതെനിക്കറിയോ. ഭദ്രൻ ഭയങ്കര ടൈം ടേബിൾ കമ്മിറ്റി ആണല്ലോ. ഞാനത് മിസ്സിനോട് റിക്വസ്റ്റ് മേടിച്ചിട്ടുണ്ട് എന്ന്. അതൊരു ഡിസിപ്ലിൻ കമ്മിറ്റി പോലെ ഉണ്ടല്ലോ. കുഴപ്പമുണ്ടാവും ഭദ്രൻ? ഞാനൊരു 10 മിനിറ്റ് മിസ്സിന്റെ പെർമിഷൻ മേടിച്ചിട്ടുണ്ടെന്ന്. കുഴപ്പമുണ്ടല്ലോ അല്ലേ? അഞ്ജലി മിസ്സാണോ തേർഡ് അവർ? ഓ സോറി, ഞാൻ നിർമ്മല മിസ്സിനോടാണ് ചോദിച്ചത്. ഞാൻ അഞ്ജലി മിസ്സിനോട് ഞാൻ പറഞ്ഞോളാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. അപ്പൊ നമ്മൾ ഓഫ് മിസ്സിനോട് ഞാൻ പറയാം കേട്ടാ. മിസ്സിനോട് ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഇത് ഒന്ന് തീരാനായി സ്ലൈഡ്. ഇപ്പൊ 2 സ്ലൈഡ് കൂടി ആകുമ്പോൾ തീരും. ആകെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ഓഫ് ഹൈ ട്രക്സ് നിങ്ങൾ നോക്കുക. റിയർ ഡംപ് ട്രക്സ് എന്നുള്ള സ്ലൈഡ് നോക്കുമ്പോൾ അതിലൊരു പ്രത്യേകതരം ട്രക്ക് ആണ്, അത് പഠിക്കണം. പിന്നെ ബോട്ടം ഡംപ് ട്രക്ക് എന്ന് പറയുന്നതുണ്ട്. അതും പറഞ്ഞ പോലെ നോക്കിയിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ അതൊക്കെ നോക്കിയിട്ട് വരിക. തിങ്കളാഴ്ച ഈ 2 സ്ലൈഡുകളും ഫുള്ള് നോക്കിയിട്ട് വേണം വരാൻ ആയിട്ട് കേട്ടോ. നമ്മൾ അടുത്ത എർത്ത് ഇറക്ഷൻ എക്യുപ്മെന്റ് അന്നായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് ജസ്റ്റ് നോക്കിയിട്ട് വരിക. ബോട്ടം ഡംപ് ട്രക്കിന്റെ പല ടൈപ്പാണ്. സൈഡ് ഡ്രം സൈഡിലാണ് ഗേറ്റ് തുറക്കാൻ പറ്റുമെങ്കിലായിരിക്കും സൈഡ് ഡംപ്. സൈഡിലൂടെ ഡംപ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സൈഡ് ഡംപ് ട്രക്ക്. ചിലത് ബാക്കിലല്ലേ, ഇങ്ങനെ ടിപ്പർ പോലെ ബാക്കിൽ റിയർ ആയിട്ട് മാത്രം ഡംപ് ചെയ്യാൻ പറ്റുന്നില്ലേ. ചിലത് സൈഡിൽ ഡംപ് ചെയ്യാൻ പറ്റും. അതൊക്കെ നോക്കി പഠിക്കണ്ട. അത് പടം ഒരു സാധനം ഇങ്ങനെ തിരിക്കണ പോലെ കാണാം. ഒരു പാടത്തിന്റെ അവിടെ ഒരു ട്രക്ക് പോലത്തെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലവര് അതിനെ സൈഡിൽ ഡംപ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മറ്റേ ബോട്ടം എന്ന് പറയുമ്പോൾ അടിയിലൂടെ ആണ് ഇതിന് മണ്ണ് ഊർന്നിറങ്ങുന്നതെങ്കിൽ അത് ബോട്ടം ഡംപ് ട്രക്ക് എന്ന് പറയും. അത്രയൊക്കെ ഉള്ളൂ സംഭവം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, അപ്പൊ നമ്മൾ എർത്ത് ഹോളിംഗ് എക്യുപ്മെന്റ് കഴിഞ്ഞു. ഹോളിംഗ് എക്യുപ്മെന്റ് ആയിട്ടുള്ള ട്രക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ് കഴിഞ്ഞു. ഇനി എർത്ത് കോമ്പാക്ടിങ് ആണ്. അത് ഞാൻ ഒന്നും പറയില്ല, കാരണം നിങ്ങൾ സോയിൽ മെക്കാനിക്സിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് കോമ്പാക്ഷന് വേണ്ടിയിട്ട്, ഹെവി കോമ്പാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പലതരം റോളേഴ്സ് കോമ്പാക്ഷൻ ചെയ്യണം. എന്തിനാ? അടുത്തത് കോമ്പാക്ട് എക്യുപ്മെന്റ് പഠിക്കണം കേട്ടോ. എർത്ത് മൂവിങ് പഠിച്ചു, എർത്ത് എക്സ്കവേഷൻ പഠിച്ചു, എർത്ത് ഹോളിംഗ് എക്യുപ്മെന്റ് പഠിച്ചു. ഇനി എർത്ത് കോമ്പാക്ട് ചെയ്യാനായിട്ട് നമ്മൾ മണ്ണ് വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് ഡംപി അല്ലെ, നമ്മളെന്താ മണ്ണ് മാന്തി നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ വീട്ടിൽ വല്ല പണി നടക്കുകയാണെങ്കിൽ എവിടെന്നെങ്കിലും മണ്ണ് ഫില്ലായിട്ട് കൊണ്ടുവരികയാണ്. ആ മണ്ണ് ഇവിടെ തട്ടിയ പോരല്ലോ, തട്ടാനായിട്ട് ട്രക്ക്. അവിടുന്ന് എക്സ്കവേറ്റ് ചെയ്യാനായിട്ട് എക്സ്കവേറ്റർ ഉണ്ട്, അത് കൊണ്ടുവരാനായിട്ട് ട്രക്ക് ഉണ്ട്. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെറുതെ ഇട്ടാ പോരല്ലോ ട്രക്ക്. അതിനെ സൈഡ് ഡംപ് ചെയ്താൽ മാത്രം പോരാ, എന്ത് വേണം? അതിന് കോമ്പാക്ട് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് അവിടെ വീട് പണിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോമ്പാക്ഷൻ എക്യുപ്മെന്റ് അല്ലെ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇനി ഒന്നും പറയില്ല. ഷിയർ സ്ട്രെങ്ത് കൂട്ടാനും ബെയറിംഗ് കപ്പാസിറ്റി സ്റ്റെബിലിറ്റി കൂട്ടാനെന്നൊക്കെ പറഞ്ഞിട്ട് സ്ലൈഡുകളുണ്ട്. സ്മൂത്ത് വീൽ റോളർ, ഷീപ്പ് ഫുഡ് റോളർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സ്മൂത്ത് വീൽ കോമ്പാക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്മൂത്ത് ആയിട്ട് പടം നോക്കിയാൽ മതി. 3 റോളറുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് കാണാം സ്ലൈഡ് ഞാനിപ്പോ കണ്ടുകൊണ്ടാ പറയണേ കേട്ടാ. അപ്പൊ അത് സ്മൂത്ത് വീൽ റോളർ. അപ്പൊ അത് ഏത് ടൈപ്പ് സോയിലിനാണ്? ഗ്രാവലി സോയിൽ ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷീപ്പ് ഫുഡ് എന്ന് പറയുമ്പോൾ
ഇങ്ങനെ ചെമ്മരിയാട്ടിൻ കുട്ടികളുടെ പോലത്തെ കുളമ്പ് പോലത്തെ. അഞ്ജലി മിസ് ക്ലാസ് എടുക്കാൻ പറയുന്നുണ്ട്, മിസ് ഒന്ന് പറയും. ഓ എനിക്ക് ഇതിന്നൊന്ന് ഞാൻ 1 മിനിറ്റ് ഇപ്പൊ തീരും. നെക്സ്റ്റ് അവർ നിർമ്മല മിസ്. ഓക്കെ, അപ്പോഴേ നമുക്ക് നിർത്താം കേട്ടോ. ന്യൂമാറ്റിക് ടയർ നോക്കുക. അപ്പൊ അത്രയാണ് അതിൽ എർത്ത് എന്ത് വരണേ, എർത്ത് കോമ്പാക്ട് എക്യുപ്മെന്റ് വരും. ഇനി ഞാൻ അസൈൻമെന്റിന്റെ കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വോയിസ് ആയിട്ട് ഗ്രൂപ്പിൽ പറയാം. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ മണ്ടേക്ക് പഠിച്ചിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പൊ അറ്റൻഡൻസ് ഞാനിപ്പോൾ ഇന്ന് എല്ലാവർക്കും ഫുൾ പ്രസന്റ് ഇടാൻ എടുക്കുന്നില്ല. അപ്പൊ ഇത്രയും എല്ലാവരും തറവായിട്ട് പഠിച്ചിട്ട് വേണം മണ്ടേക്ക് വരാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ഇത് തീർന്നു. ഓക്കെ.